Hi students, welcome to our online class. അപ്പോൾ നമ്മൾ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാമിന് പോയ ശേഷം ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ WKBയുടെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള 2 ലെക്ചേഴ്സ് ഉണ്ട്. അത് കാണുക. അതിനുശേഷം മാത്രം ഇത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഓർമ്മയുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ബട്ട് ആ WKBയുടെ 2 ലെക്ചേഴ്സ് കണ്ട ശേഷം ഇത് കാണണം. ഓക്കെ, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ WKBയുടെ ക്ലാസിക്കൽ റീജിയനിലെ വേവ് ഫംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ ഇന്ന് 2 കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഒന്ന്, WKBയുടെ വാലിഡിറ്റി ക്രൈറ്റീരിയ എന്താണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ക്ലാസിക്കൽ റീജിയനിൽ വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, ഒരു ബംബി ബോട്ടമുള്ള ഒരു പൊട്ടൻഷ്യൽ വെല്ല് ഞാനിന്ന് സോൾവ് ചെയ്യും. ഓക്കെ, രണ്ടും ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല, സിമ്പിളാണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഞാനൊരു പുതിയൊരു ഫോമിൽ അല്ലേ പി മൊമെൻറ്റം വെച്ചുകൊണ്ട് റീറൈറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും. ഇല്ലെങ്കിൽ ലെക്ചർ കഴിഞ്ഞ 2 ലെക്ചർ ഒന്ന് കാണാം. എനിവേ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്: ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മുടെ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ അല്ലേ. ദിസ് ഈസ് അവർ വാട്ട് യെസ് Schrodinger's equation. Right. Now, wave function in classical region, നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? എന്താ നമുക്ക് കിട്ടിയത്? Yeah, it is psi of x equal to c by root b e raised to plus or minus I by h cut integral p of x dx. ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ ആണല്ലോ ഫോർ ക്ലാസിക്കൽ റീജിയൻ. റൈറ്റ്. അപ്പോൾ ഞാൻ ഈ വേവ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് WKBയുടെ ക്രൈറ്റീരിയ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ് ടു വാട്ട് ലിമിറ്റ് വി ക്യാൻ അപ്ലൈ WKB തിയറി അത് നമ്മൾ കണ്ടുപിടിക്കണം. റൈറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിന് വേണ്ടിയിട്ട് യു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വേവ് ഫംഗ്ഷൻ. ദാറ്റ് മീൻസ് വാട്ട് ഈസ് സൈ ഡാഷ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഞാൻ ഇതിനെ എ എന്ന് വിളിക്കുന്നു. സോ എ ഇൻറ്റു ഈ ഫംഗ്ഷൻ അല്ലേ, എക്സ്പൊണൻഷ്യലിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ ഫംഗ്ഷൻ ഇൻറ്റു എക്സ്പൊണൻഷ്യലിലെ ആളേതാണോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ ഇ റേസ് ടു പ്ലസ് ഓ മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ് കഴിഞ്ഞിട്ടില്ല ഇൻറ്റു മുകളിൽ താഴെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് പ്ലസ് ഓ മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് എടുത്താൽ അത് പി ഓഫ് എക്സ് ആവും അല്ലേ. ഇൻ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, അപ്പോൾ പി ഓഫ് എക്സ്. ഓക്കെ, നൗ ലിസൺ, നമുക്കിതിനാ സൈ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഫസ്റ്റ് പാർട്ട് നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ പാർട്ടാണ്. റൈറ്റ്. അപ്പോൾ ഇതിനെ എനിക്ക് എന്ത് വിളിക്കാം? സൈ എന്ന് വിളിക്കാം. സൈ ഓഫ് എക്സ്. ഓക്കെ, so psi dash of x equal to psi of x into plus or minus I by h cut p of x. Now you find out psi double dash of x. That is equal to psi double dash of x എന്ന് പറഞ്ഞാൽ d square psi by dx square ആണ്, മറക്കരുത്. ഓക്കെ, what was that? തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ആദ്യം ഈ കോൺസ്റ്റന്റ് ഇൻറ്റു പ്ലസ് ഓ മൈനസ് I by h cut p of x അല്ലേ ഇൻറ്റു ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ നോക്കുക, സൈ ഡാഷ് ഓഫ് എക്സ് ആണ് അല്ലേ. ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവാ, ഇതിൻ്റെ ഡെറിവേറ്റീവ് സൈ ഡാഷ് ഓഫ് എക്സ് ആ. സൈ ഡാഷ് ഓഫ് എക്സ് എന്താ? ഇതാ സൈ ഓഫ് എക്സ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ഐ ബൈ എച്ച് കട്ട് പി ഓഫ് എക്സ് ആ. അപ്പോൾ നമുക്കത് കൊടുത്തു വിടുന്നാൽ അല്ലേ. അപ്പോൾ ഇവിടെ ശരിക്കും എന്താ വരണ്ടേ? നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുവാണ്. അപ്പോൾ ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് സൈ ഡാഷ് ഓഫ് എക്സ് അല്ലേ. ഇനി സൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2 ടേം മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ കണ്ടു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സൈ ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ വരിക? യെസ്, പ്ലസ് ഓ മൈനസ് ഇൻറ്റു പ്ലസ് ഓ മൈനസ് ഐ ബൈ എച്ച് കട്ട് പി ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? നൗ പ്ലസ് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് വരും. സൈ ഓഫ് എക്സ് ഇൻറ്റു ഇയാളുടെ ഡെറിവേറ്റീവ് എന്താ? പ്ലസ് ഓ മൈനസ് I by h cut p dash of x.
പി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? പി ഡാഷ് ഓഫ് എക്സ്. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ഞാൻ കണ്ടു. ഒന്ന് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇതിനാ ഞാൻ എങ്ങനെ എഴുതുന്നു? ഡി ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ പ്ലസ് ഐ ഇൻറ്റു പ്ലസ് ഐ -1 ആണ്. മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ എന്താ? അതും -1 ആണ് അല്ലേ? മൈനസ് മൈനസ് പ്ലസ് ആണ്, ഐ സ്ക്വയർ -1 ആണ്. സോ എന്ത് തന്നെയായാലും ഇവിടെ വരിക ഈ ഐ ബൈ പ്ലസ് ഐ പ്ലസ് ഓർ മൈനസ് ഐ ബൈ എച്ച് കട്ട് പ്ലസ് ഓർ മൈനസ് ഐ ബൈ എച്ച് കട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ് ഈസ് -1 ബൈ എച്ച് കട്ട് സ്ക്വയർ. ഓക്കെ, പി ഇൻറ്റു പി, പി സ്ക്വയർ. അപ്പോൾ മൈനസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ. ക്ലിയർ അല്ലേ? ഓക്കെ, എടോ ഇവിടെ ഇവിടെ ഒരു സൈ ഓഫ് എക്സ് മിസ്സായി പോയിട്ടില്ലേ? ശ്രദ്ധിക്കണേ, അതെങ്ങനെയാ? ഇവിടെ സൈ ഡാഷ് ഓഫ് എക്സ് ആണ് ഇവിടെ. ഇത് ഇൻറ്റു ഇൻ്റെ ഡെറിവേറ്റീവ്, ഇത് ഇൻറ്റു സൈ ഡാഷ് ഓഫ് എക്സ് ഇവിടെ വരും. സൈ ഡാഷ് ഓഫ് എക്സ് വെച്ചാൽ സൈ ഓഫ് എക്സ് ഇൻറ്റു ഇതല്ലേ? ആ സൈ ഓഫ് എക്സിനോട് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അത് ഞാൻ ഇപ്പോൾ ചേർത്താണ്, ശ്രദ്ധിക്കണം. സോ ഐ ബൈ എച്ച് കട്ട് ഐ ബൈ എച്ച് കട്ട് ആയി, പി ഓഫ് എക്സ് പി സ്ക്വയർ ആയി, ബാക്കി സൈ ഓഫ് എക്സ് ഉണ്ട്. ഓക്കെ, റൈറ്റ്. പ്ലസ് ശ്രദ്ധിക്കണേ, ഈ സൈ ഓഫ് എക്സ് ഞാനിപ്പോൾ എങ്ങനെ എന്തിനാണ് ഇട്ടത്? നേരത്തെ എന്നോട് സൈ ഡാഷ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ സൈ ഓഫ് എക്സ് എന്തായി പോയിട്ടുണ്ട്? താഴെ വരുമ്പോൾ മിസ്സായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. റൈറ്റ്. നൗ ലിസൺ, ഈ ഭാഗം എന്താവും? ഈ ഭാഗം പ്ലസ് ഓ മൈനസ് ഐ ബൈ എച്ച് കട്ട് പി ഡാഷ് ഓഫ് എക്സ് സൈ ഓഫ് എക്സ്. ഒന്നുമില്ല, ഇതിനെ ഫസ്റ്റ് ഇട്ട് ഇതിനെ രണ്ടാമതിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ടേമിന് നേരെ ഇപ്പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് റീറൈറ്റ് ചെയ്യാം. ആയിക്കോളെ, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇത് ഇപ്പുറം വന്നാൽ പ്ലസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ സൈ ഓഫ് എക്സ്. ഇത് ഇപ്പുറം വന്നാൽ തീർച്ചയായിട്ടും പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അപ്പോൾ മൈനസ് ഓർ പ്ലസ് ഐ ബൈ എച്ച് കട്ട് പി ഡാഷ് ഓഫ് എക്സ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു, ഇത് മൊത്തം ഇങ്ങ് വന്നാൽ ആർ എച്ച് എസിൽ എന്താ ഉണ്ടാവുക? 0. ഓക്കെ, ഫൈൻ, ക്ലിയർ. സോ ഒന്നുമില്ല, ആർ എച്ച് എസ് എടുത്ത് എൽ എച്ച് എസിലേക്ക് ഇട്ട് ഇങ്ങനെ മാറ്റി എഴുതി. ഓക്കെ, ഇതിനാ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ്. രണ്ടിലും സൈ ഓഫ് എക്സ് ഉണ്ടല്ലോ, നമുക്ക് പുറമെ ഇട്ടിട്ട് ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എഴുതാം. അപ്പോൾ എന്താ വരിക? നോക്കിക്കോളൂ, ഇതൊക്കെ മയക്കോണേ, ഇതൊന്നും ഇനി ആവശ്യമില്ല. നോക്കിക്കോളെ, ശ്രദ്ധിക്കണേ, ഇതേ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം. എന്താ വരിക? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, പ്ലസ് പ്ലസ് സൈ ഓഫ് എക്സ് പുറത്തെടുക്കണം. അപ്പോൾ പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇവിടെ ഉണ്ടാവും അല്ലേ? അടുത്ത മൈനസ് ഓർ പ്ലസ് ഇവിടെ ഐ പി ഡാഷ് അല്ലേ? ഐ പി ഡാഷ് ബൈ എച്ച് കട്ട്. ക്ലിയർ അല്ലേ? ബൈ സൈ ഓഫ് എക്സ് ഉണ്ട്, ഇവിടെയും സൈ ഓഫ് എക്സ് ഉണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് സൈ ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു എന്താ? 0. ഓക്കെ, യു ജസ്റ്റ് ലിസൺ ദാറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നോക്കുക. ഓക്കെ, ഇവിടെ അതേ ഫോമിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? നമ്മൾ ഉദ്ദേശം സൈ ഓഫ് എക്സ് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് എത്തുമായിരുന്നു. 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്ത് ഞാനൊന്ന് മാറ്റി എഴുതിയപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇവിടെ ഒരു ടേം ഇങ്ങനെ ഐ പി ഡാഷ് ബൈ എച്ച് കട്ട് എന്ന് പറഞ്ഞ ടേം അത് ഇവിടെ ഉണ്ടോ? ഇല്ല. ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ, പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ അല്ലേ? ഈ ഒരു ടേം എക്സിസ്റ്റഡ് ആണ്, അധികമായിട്ട് വന്നിട്ടുണ്ട്. സോ WKB വേവ് ഫങ്ഷൻ, WKB അപ്രോക്സിമേഷൻ ഈ ഒരു റീജിയനിൽ വാലിഡ് ആവണമെങ്കിൽ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ടേം വാനിഷ് ചെയ്യണം, വേണ്ടേ? അതിനു വേണ്ടി നമുക്കൊരു കണ്ടീഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാം അല്ലേ? പി സ്ക്വയറും പി ഡാഷും തമ്മിലൊരു കണ്ടീഷൻ നമുക്ക് ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കാം. ഇത് വളരെ നെഗ്ലിജിബിൾ ആയാൽ തീർച്ചയായിട്ടും ഈ ഇക്വേഷൻ എന്തായിരിക്കും? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ബൈ എച്ച് കട്ട് സ്ക്വയർ ഇൻറ്റു സൈ ആവും. ഇത് വളരെ നെഗ്ലിജിബിൾ ആയാൽ അല്ലേ? വെരി മച്ച് ലെസ് ദാൻ ദ പി സ്ക്വയറിനേക്കാൾ ഈ ടേം വെരി മച്ച് ലെസ് ദാൻ വളരെ ചെറുതായാൽ. ഓക്കെ, സോ കണ്ടീഷൻ ഇവിടുന്ന് ഉണ്ടാക്കാം, ഈ സ്റ്റെപ്പ് നിന്ന് ഉണ്ടാക്കാം. എന്താണ്? പി ഡാഷ് ഈ ഒരു ടേം അല്ലേ, ഈ പി സ്ക്വയർ ടേമിനേക്കാൾ ചെറുതായാൽ മതി, ശരിയല്ലേ? പി സ്ക്വയറിനേക്കാൾ വളരെ ചെറുതായാൽ മതി, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം അവർ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദി വാലിഡിറ്റി കണ്ടീഷൻ. അതെങ്ങനെ റീറൈറ്റ് ചെയ്യും? ശ്രദ്ധിക്കുക, എന്താണ് കണ്ടീഷൻ നോക്കോളെ.
I P dash, I P dash should be very much less than your P square term. Okay, I P dash should be very much less than P square, or I into P dash dP by dx. P square ingot എടുത്താൽ I by P square very much less than 1. So this is the validity criterion or condition for WKB approximation. Is it clear for you? Right. I by P square dP by dx very much less than 1. ഇതാണ് WKB യുടെ എന്തെന്ന് validity criterion. Clear അല്ലേ? അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക. എന്താ പറയുക, നിങ്ങളുടെ ഫസ്റ്റത്തെ സെക്ഷൻ ഉണ്ടല്ലോ, ഒരു 1 വെയിറ്റേജിൻ്റെ ആ സെക്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതി വെക്കാൻ പറ്റണം. ഓക്കെ, ചോദിക്കാറുണ്ട്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടത്. സോ റിമെമ്പർ ദാറ്റ്. ഇതൊക്കെ മയക്കുവാണ്. ഞാൻ ഈ വേവ് ഫംഗ്ഷൻ ഓർമ്മയാണ്. ഐ ആം അഗെയിൻ യൂസിങ് ദിസ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ അവർ പറഞ്ഞു ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബമ്പി ബോട്ടുള്ള പൊട്ടൻഷ്യൽ സോൾവ് ചെയ്യാനാണ്. നമുക്ക് ഈ ഇക്വേഷൻസ് ആവശ്യമുണ്ട്, ഓർമ്മിച്ചോളാം. സോ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വെല്ലുകൾ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ടുണ്ട്. ബട്ട് റിമെമ്പർ ദാറ്റ് അവിടെയൊക്കെ എക്സിനനുസരിച്ചിട്ടുള്ള പൊട്ടൻഷ്യലിലെ വേരിയേഷൻ, ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നേ ഇല്ല. അത് ടൈം ഡിപ്പെൻഡൻറ്റ് തിയറിയാണ്. അത് അടുത്ത മൊഡ്യൂളാണ്. ഓക്കെ, ചെറിയൊരു മൊഡ്യൂളോടെ പഠിക്കാനുണ്ട്. ഇനി ഇവിടെ നമ്മൾ ടൈമിനനുസരിച്ചല്ല, എക്സിനനുസരിച്ചിട്ട് വല്ലാതെ വേരി ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാനിവിടെ ചെയ്യാം. നിങ്ങൾക്ക് ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചിട്ട് അത്ര ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ ഏതാണ് ടൈപ്പ്, അതിൻ്റെ ഫംഗ്ഷൻ, സ്പെസിഫൈഡ് ഫംഗ്ഷൻ തരണം. നിങ്ങൾക്ക് ഏത് ഫംഗ്ഷനാണോ അത് സ്പെസിഫൈ ചെയ്യണം, അതിൻ്റെ ഫോം തരണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രേഷൻ ചെയ്തിട്ട് ടൈം ഇൻഡിപെൻഡൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. ബട്ട് നമ്മൾ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ നടുവിൽ നമ്മൾ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ഫോമിൽ പൊട്ടൻഷ്യൽ കൊടുത്ത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഡെൽറ്റ ഫംഗ്ഷൻ ഫോം നമുക്കറിയാം. ഇനി അല്ലെങ്കിൽ ചെറിയൊരു കട്ട് വന്നിട്ട് അല്ലേ, വി ആണെങ്കിൽ v/2 അല്ലേ, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ഫോം ചെയ്തു. ബട്ട് ഹിയർ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നോക്കിക്കോളൂ, ഇതാണ് നിങ്ങളുടെ കോർഡിനേറ്റ്. ഹിയർ ഐ ആം ഡ്രോയിങ് v of x, ഹിയർ ഇറ്റ് ഈസ് x ആണല്ലോ, അതിൽ സംശയമൊന്നുമില്ല. ഇനി പൊട്ടൻഷ്യൽ വെല്ല് ഞാൻ വരയ്ക്കാം, നോക്കിക്കോളേ, വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ. ദിസ് ഈസ് 0, ദിസ് ഈസ് a. അപ്പോൾ നോക്കുക, ഈ പൊട്ടൻഷ്യൽ വെല്ല് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ വളഞ്ഞു പോയി. ഈ ഒരു പൊട്ടൻഷ്യൽ വെല്ല് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്, ഇതിൻ്റെ ബോട്ടം ഒരു ബമ്പി ബോട്ടമാണ് അല്ലേ. നേരത്തെ ഒക്കെ നമ്മൾ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടർബേഷൻ തിയറി ഉപയോഗിച്ചപ്പോഴൊക്കെ പൊട്ടൻഷ്യൽ വെല്ലായിരുന്നു, നടുവിലൊരു ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു v0/2 എന്ന് പറയുന്നൊരു ടേം അധികം വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ കണ്ടിന്യൂസ്ലി എക്സ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ എന്തുണ്ട്, ഒരു വേരിയേഷൻ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ പ്രോബ്ലം we are going to solve using WKB approximation. Okay, അപ്പോൾ potential with the 2 vertical wall, right? Potential with the 2 vertical wall. Okay, two vertical walls. Fine. Now നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മെത്തേഡ് റീജിയനാണ്, ക്ലാസിക്കൽ വേവ് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹിയർ ഡെഫിനറ്റ്ലി ഈ 0യും എയുമാണ് എൻ്റെ ബൗണ്ടറി, അല്ലെങ്കിൽ ഏത് രണ്ട് ബോൾ ഉള്ളത്, ഒന്ന് 0യിലും ഒന്ന് എയിലുമാണ്. തീർച്ചയായിട്ടും 0ൻ്റെ ഇപ്പുറത്തും എയുടെ അപ്പുറത്തും വേവ് ഫംഗ്ഷൻ ഇല്ല. ഓക്കെ, പാർട്ടിക്കിൾ ഇല്ല. പാർട്ടിക്കിൾ ഈ വെല്ലിനുള്ളിലാണുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടെ നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് സാധാരണ പൊട്ടൻഷ്യൽ വെൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ, സോറി ഈ വെല്ലിൻ്റെ ഉള്ളിൽ v of x 0 ആണ്, അല്ലെ v0 ആയിട്ടാണ് നമ്മൾ എടുക്കാറ് അല്ലേ. ബട്ട് ഹിയർ v0 അല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ ആദ്യം എഴുതി വെക്കാം. ഇവിടുത്തെ പ്രത്യേകത v of x equal to a specified function. എന്താന്ന് ഞാൻ തന്നിട്ടില്ല. ഓക്കെ, എവിടാ 0 less than x less than a. ഓക്കെ, now that is equal to ബാക്കി രണ്ട് ഭാഗത്തും പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റി ആണ്.
ഓക്കെ, അതർവൈസ്. റെഡി? നേരത്തെയൊക്കെ വി ഓഫ് എക്സ് ഡെൽറ്റ ഫംഗ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംതിങ് നമുക്കറിയാവുന്ന അല്ല സൈൻ ഫോമിലൊരു ഫംഗ്ഷൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ അത് ഞാൻ തന്നിട്ടില്ല, ഒരു ടിപ്പിക്കൽ ഫോമിലൊരു ഫംഗ്ഷൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വി ഓഫ് എക്സ് ഇവിടെ 0 അല്ല, ഇവിടെ വെല്ലിനകത്ത് വി ഓഫ് എക്സ് 0 അല്ല, ഇറ്റ് ഇസ് എ സ്പെസിഫൈഡ് ഫംഗ്ഷൻ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആണ് നമ്മുടെ ചോദ്യം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടി ഞാൻ അസ്യൂം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ പാർട്ടിക്കിളിൻ്റെ എനർജി പൊട്ടൻഷ്യലിനേക്കാളും കൂടുതലാണ്. ഓക്കെ, സോ ഹിയർ വി ആർ ടേക്കിംഗ് ഓർ അസ്യൂമിങ് എന്താണ്, എനർജി ഈസ് ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ്. ക്ലിയർ? നോക്കിയാൽ മനസ്സിലാവും. ഇവിടുത്തെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലാണ് പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് വിചാരിക്കും. ഓക്കെ, അതാണ് ഈ കണ്ടീഷൻ. സോ ദിസ് is the place where we want to solve this problem. Okay, അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസിക്കൽ റീജിയൻ ആണല്ലോ അല്ലേ. നമ്മുടെ മൊമെൻറ്റം എന്താ, പി ഈക്വൽ ടു √2m ഇൻറ്റു ഇ മൈനസ് വി ഓഫ് എക്സ് അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ മൊമെൻ്റ് ചെയ്താറ്. ഇതിൽ ഈ ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ പീസ് എന്താണ്, ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. കാരണം ഇ മൈനസ് വി ഒരു പോസിറ്റീവ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഇതൊരു റിയൽ ക്വാണ്ടിറ്റി ആണ്. മൊമെൻറ്റം ഈസ് എ റിയൽ ക്വാണ്ടിറ്റി, അതുകൊണ്ട് തന്നെ ഇതൊരു ക്ലാസിക്കൽ റീജിയൻ ആണ്. അങ്ങനെയെങ്കിൽ ക്ലാസിക്കൽ റീജിയനിലെ വേവ് ഫംഗ്ഷൻ അല്ലേ, WKB വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു, സൈ ഓഫ് എക്സ് തൊട്ട് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ, ഈക്വൽ ടു c/√p e raised to plus or minus i/h cut integral. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ശ്രദ്ധിക്കുക, ഞാൻ എഴുതുന്നത് ഇങ്ങനെ i phi of x. ഓക്കെ, ദിസ് ഇസ് പി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഫൈ ഓഫ് എക്സിന് നോക്കിക്കോളൂ നിങ്ങൾ, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 1/h cut integral 0 to x അല്ലെ, ഒരു ലിമിറ്റ് കൊടുക്കും, പി ഓഫ് എക്സ് ഡാഷ് ഡി എക്സ് ഡാഷ്. ഇങ്ങനെയാണ് നമ്മൾ ഫൈ ഓഫ് എക്സിനെ എഴുതിയത്. എന്നിട്ട് ഈ ഫൈ ഓഫ് എക്സിന് ഈ വാല്യൂ ഇവിടെ എടുത്ത് കൊടുത്തിട്ടാണ് പ്ലസ് ഓർ മൈനസ് i/h കട്ട് അല്ലേ, i ഇൻറ്റു ഇതാ വരും. അപ്പോൾ i/h കട്ട് പി ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തിയത്. നേരത്തെ ഇത് ഇവിടെ കൊടുത്ത ശേഷമുള്ള റിസൾട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഫൈ ഓഫ് എക്സിന് അങ്ങനെ കീപ്പ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് മുമ്പത്തെ 2 വീഡിയോ കാണാത്തതുകൊണ്ടാണേ. അത് 2 കണ്ട ശേഷം, 2 ലെക്ചർ കണ്ട ശേഷം ഇത് കാണുവാണെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ് നമ്മുടെ ഫോം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനാ ശരിക്കും 2 ഭാഗമുണ്ട് അല്ലേ, പ്ലസ് വരുന്ന ഭാഗമുണ്ട് മൈനസ് വരുന്ന ഭാഗമുണ്ട്. അങ്ങനെ 2 ആക്കി തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇനി എഴുതാം. ഓക്കെ, ആവശ്യമുണ്ട്, അങ്ങനെ തന്നെ എഴുതണം. നോക്കോളേ, സൈ ഓഫ് എക്സ് നമ്മളിവിടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുവാണ്, ഈക്വൽ ടു c/√p ഓഫ് എക്സ് അല്ലേ, ഇനി ബ്രാക്കറ്റ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുവാണേ, e raised to i phi ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ, 1/√px ഉള്ളൂ, സിയും ഇതിൻ്റെ കൂടെ സ്പ്ലിറ്റ് ചെയ്യപ്പെടണം അല്ലേ. എങ്ങനെ നോക്കോളേ, ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻ മാറുകയെ ശ്രദ്ധിക്കണം. 1/ പോസിറ്റീവ് ഡയറക്ഷനിലേക്കുള്ള കോൺസ്റ്റന്റ് ഞാൻ c പ്ലസ് എടുക്കാം അല്ലേ, e raised to പ്ലസ് i phi ഓഫ് എക്സ്. ഓക്കെ, പ്ലസ് അടുത്ത ഭാഗം ഇവിടെ മൈനസ് വരുന്നതാണ്, അപ്പോൾ അതിൻ്റെ കോൺസ്റ്റന്റ് c മൈനസ് ആണ്, e raised to മൈനസ് i phi ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഇത് ഈ ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഞാൻ പറയാണ്, മുമ്പത്തെ 2 വീഡിയോ നിർബന്ധമായിട്ടും കാണണം, ഇല്ലെങ്കിൽ ഇതൊക്കെ കൺഫ്യൂഷനാവും. റൈറ്റ്, അപ്പോൾ ഒന്നുമില്ല, WKB വേവ് ഫംഗ്ഷൻ ഞാൻ എഴുതി വെച്ചു. ഞാൻ ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം നേരത്തെ എഴുതിയ ഇക്വേഷൻ എഴുതിയിട്ട് മാറ്റി ഇങ്ങനെ എഴുതിയത്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യുക, നമുക്ക് e raised to ix അല്ലെ, e raised to i സംതിങ്, അത് നമുക്ക് സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ മാറ്റി എഴുതിക്കൂടെ അല്ലേ. e raised to i തീറ്റ ഈക്വൽ ടു cos തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അല്ലെ, e raised to മൈനസ് ഐ തീറ്റ ഈക്വൽ ടു cos തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ഓർമ്മയില്ലേ, ആ ഒരു ഫോം ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, യു ലിസൺ ടു മീ. നോക്കോളേ, സൈ ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു
1 by root p of x അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്താണ് മാറ്റുന്നത്. നോക്കിക്കോളെ, സി പ്ലസ് അവിടെ ഉണ്ട്. ഇതെന്താവുന്നു? ബ്രാക്കറ്റ് ഇട്ടോ, ഇ റേസ് ടു ഐ തീറ്റ അല്ലെ, ഐ ഫൈ ഓഫ് എക്സ് ആണല്ലോ, തീറ്റയുടെ സ്ഥാനത്ത് ഫൈ ഓഫ് എക്സ്. അപ്പോൾ എന്താ വരുക? ശ്രദ്ധിക്കണേ, കോസ് ഫൈ ഓഫ് എക്സ് പ്ലസ് ഐ സൈൻ ഫൈ ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ബ്രാക്കറ്റ് ക്ലോസ്. അപ്പോൾ സി പ്ലസ് ഇനെ ഇങ്ങനെ മാറ്റി. ഇനി പ്ലസ് സി മൈനസ് ബ്രാക്കറ്റ് ഇട്ടോ, ഇനെ മാറ്റാൻ പോകണം, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടോ. എന്താ വരിക? നിങ്ങൾ പറ. യെസ്, കോസ് ഫൈ ഓഫ് എക്സ് മൈനസ് അല്ലേ, മൈനസ് ഐ ആണ്, അതുകൊണ്ട് മൈനസ് ഐ സൈൻ ഫൈ ഓഫ് എക്സ്. ഓക്കെ, yes. So this is the expression after rearranging this e raised to I phi of x term. ഓക്കെ, അതിനെ മാറ്റി എഴുതിയാൽ കിട്ടുന്നതാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇവിടെ നമുക്ക് കോസിൻ്റെ ടേമിനെ ഒരുമിച്ച് എഴുതാം, സൈനിൻ്റെ ടേമിനെ ഒരുമിച്ച് എഴുതാം. ഇതിവിടെ ഇപ്പോൾ 1, 2, 3, 4 ടേമൊക്കെ കാണുന്നുണ്ട്. ബട്ട് അങ്ങനെയല്ല, 2 ടേമേ ഉള്ളൂ ശരിക്കും. കോസിൻ്റെ ഒരു ടേം, സൈനിൻ്റെ മറ്റൊരു ടേം, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒറ്റ ടേമൊക്കെ എഴുതാം അല്ലേ. ഒരു സി പ്ലസും സി മൈനസും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മയച്ചോട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ബോർഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മയക്കേണ്ടി വരും, ചെറിയ ബോർഡാണ്. ലിസൺ, സൈ ഓഫ് എക്സ് that is equal to എന്താ വരിക? 1 by root p of x. ഓക്കെ, ബ്രാക്കറ്റ് ഉള്ളിത്താളം ആയിക്കോളെ. ഇവിടെ സി പ്ലസ് കോസ് ഫൈ എക്സ് ഉണ്ട്, ഫൈ ഓഫ് എക്സും ഉണ്ട്, സി മൈനസ് കോസ് ഫൈ ഓഫ് എക്സും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സി പ്ലസ് കോസ് ഫൈ ഓഫ് എക്സും പ്ലസ് സി മൈനസ് കോസ് ഫൈ ഓഫ് എക്സും. അപ്പോൾ സി പ്ലസ് പ്ലസ് സി മൈനസ് ബ്രാക്കറ്റിലിട്ടിട്ട് കോസ് ഫൈ ഓഫ് എക്സിനെ പുറത്ത് എഴുതാം. അപ്പം നോക്കിക്കോളെ, സി പ്ലസ് ഇതാണ്, ഇ പ്ലസ് ആര്? സി മൈനസ്. ഓക്കെ, ഇനി സി പ്ലസ് കോസ് ഫൈ ഓഫ് എക്സ് ഉണ്ട്, സി മൈനസ് കോസ് ഫൈ ഓഫ് എക്സ് ഉണ്ട്. അപ്പോൾ കോസ് ഫൈ ഓഫ് എക്സിനെ പുറത്തിട്ടു. അപ്പോൾ കോസിൻ്റെ ടേമിനെ ഒരുമിച്ച് എഴുതി. അടുത്തത് സൈനിൻ്റെ ടേം പ്ലസ് ഏതൊക്കെയാ? സി പ്ലസ് ഐ സൈൻ ഫൈ ഓഫ് എക്സും, ഇവിടെ മൈനസ് അല്ലേ, അപ്പോൾ മൈനസ് ഐ സൈൻ ഫൈ ഓഫ് എക്സ്, സി മൈനസ് ഐ സൈൻ ഫൈ ഓഫ് എക്സും. അപ്പോൾ സി പ്ലസ് ഇവിടെ മൈനസ് ഉണ്ടല്ലോ, മൈനസ് സി മൈനസിന് വരും, സി പ്ലസ് മൈനസ് സി മൈനസ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഇനി ആരാ കൂടെ ഉണ്ടാവുക? ഐ സൈൻ ഫൈ ഓഫ് എക്സ്, ഐ സൈൻ ഫൈ ഓഫ് എക്സ്, ഐനെ ഇവിടെ ഇട്ടു, സൈൻ ഫൈ ഓഫിനെ ഇവിടെ ഇട്ടു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുള്ള ആളുകൾ ഇവിടുന്ന് ഇത് കിട്ടും നോക്കിയാൽ മതി, എത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിലും വലിയ എളുപ്പ വഴിയൊന്നുമില്ല. അത് നോക്കിക്കോ, സി പ്ലസ് ഇൻറ്റു ഐ സൈൻ ഫൈ ഓഫ് എക്സ്, സി പ്ലസ് ഇൻറ്റു ഐ സൈൻ ഫൈ ഓഫ് എക്സ്. ഓക്കെ, നൗ മൈനസ് സി മൈനസ് ഇൻറ്റു ഐ സൈൻ ഫൈ ഓഫ് എക്സ്. ഓക്കെ, മൈനസ് സി ഇത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ മൈനസ് സി മൈനസ് ഇൻറ്റു ഐ സൈൻ ഫൈ ഓഫ് എക്സ്. ക്ലിയർ ആണ്? അപ്പോൾ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി നമുക്ക് ഇത് ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മാറ്റി എഴുതി. നൗ നമ്മൾ ഈ കോൺസ്റ്റൻറ്റിനെ ഐ കോൾ ദിസ് ആസ് C2, ദിസ് ആസ് C1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനൊന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് സൈ ഓഫ് എക്സ് ഈക്വൽ ടു 1 by root p of x ബ്രാക്കറ്റിൽ C2 cos phi of x പ്ലസ്, ശ്രദ്ധിക്കണം ഇവിടെ ഇൻക്ലൂഡിങ് ഐ ആണ്, ഐ സി പ്ലസ് സി മൈനസ് ആണ്, C1, C1 സൈൻ ഫൈ ഓഫ് എക്സ്. ഓക്കെ, ഹൗ? എങ്ങനെയാണ്? യെസ്, എങ്ങനെയാണ്? C2 ഈക്വൽ ടു സി പ്ലസ് പ്ലസ് സി മൈനസ്, C1 ഈക്വൽ ടു ഐ സി പ്ലസ് മൈനസ് സി മൈനസ്. ഓക്കെ,
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് psi of x കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് psi of x ഈക്വൽ ടു 1/√p of x c2 cos phi of x plus c1 sin phi of x. ക്ലിയർ അല്ലേ? ഓക്കെ. നൗ ഇങ്ങനെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഡിഗ്രി ഒക്കെ ചെയ്യാറ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം അല്ലേ? ഇവിടെ രണ്ട് ബൗണ്ടറി ആണുള്ളത്, രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ് നമുക്കുള്ളത് അല്ലേ? എന്തൊക്കെയാണ് നോക്കിക്കോളൂ. ഒന്നാമത്തത് 0-ൽ വേവ് ഫംഗ്ഷൻ 0 ആണ്, അപ്പുറത്തെ എയിലും വേവ് ഫംഗ്ഷൻ 0 ആണ് അല്ലേ? അപ്പോൾ എക്സ് ടെൻഡിങ് ടു 0, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ psi of x 0 ആണ്. ഒന്നാമത്തെ കാര്യം, എക്സ് 0 ആകുമ്പോൾ ഇവിടെ വേവ് ഫംഗ്ഷൻ എന്താണ്? 0 ആണ്. അപ്ലൈ ദാറ്റ് കണ്ടീഷൻ ഹിയർ. അപ്പോൾ നോക്കിക്കോളെ, എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് psi of x ഈക്വൽ ടു 0. ഇതെന്താണ്? ബൗണ്ടറി condition. Okay, we are applying boundary condition. ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, എന്താണ്? എക്സ് ഈക്വൽ ടു 0-ൽ psi of x 0 ആണ്. അവിടെ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? നോക്കണേ, എക്സിനൊക്കെ 0 കൊടുക്കണം. അപ്പോൾ psi of x എന്താ? 0 ആണ്. അപ്പോൾ psi of x ന്റെ സ്ഥാനത്ത് 0 that is equal to 1/√p of x. ഓക്കെ, ശ്രദ്ധിക്കണേ, ഇവിടെ 5x-നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണം. നമ്മൾ തൊട്ട് മുമ്പ് എക്സ് ഡാഷ് എന്നൊക്കെ വിളിച്ചായിരുന്നു. ഓക്കെ, അത് പിയിൽ വരുന്ന എക്സിനെ എക്സ് ഡാഷ് എന്ന് വിളിച്ചിട്ടുണ്ട്. അത് വേറെതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ 5-നെ എക്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ യു ഷുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. ഈ എക്സിനാണ് 0 കൊടുക്കേണ്ടത്, തെറ്റിപ്പോരുത്. c2 cos phi of 0 പ്ലസ് c1 sin phi of 0. ഓക്കെ, റൈറ്റ്. ഈ phi of x എന്നുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? phi of x ഈക്വൽ ടു 1/h cut integral 0 to x px dash dx dash ആണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി phi of 0 ഈസ് 0. ഓക്കെ, phi of 0 എന്താണ്? നോക്കണേ, നിങ്ങൾ 0 കൊടുക്കുമ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 phi of 0 എന്താണ്? 0 ആണ്. ഓക്കെ, phi of 0 എന്താണ്? 0 ആണ്, മറക്കരുത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ phi of 0 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എന്താവും? നിങ്ങൾ നോക്കിക്കോളൂ, ഇതിപ്പോൾ എഴുതുക, ഇപ്പുറത്ത് എഴുതട്ടെ, ഇത് മയക്കുവാണേ, ശ്രദ്ധിക്കണേ. 0 ഈക്വൽ ടു 1/√p of x. ഇനി നിങ്ങൾ സൂക്ഷിക്കുക, phi of 0 0 ആണ്. അപ്പോൾ ഇത് cos 0, ഇവിടെ sin 0 എന്ന് വരും. phi of 0 0 ആയതുകൊണ്ട് cos 0 1 ആണ്. നമുക്കറിയാം LHS 0 ആവണമെങ്കിൽ ഈ ടേം 0 ആവണം, ഈ ടേം 0 ആവണമല്ലോ. അങ്ങനെയാണ് നമുക്ക് നോക്കാം. cos phi of 0 0 ആയതുകൊണ്ട് cos 0 1 ആണ്. അപ്പോൾ cos ടേം 0 ആവില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും c2 എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? c2 ഈക്വൽ ടു 0 ആണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ എടുക്കാം. ഓക്കെ, ഇവിടെ phi of 0 0 കൊടുത്താൽ sin 0 0 ആണ്. അപ്പോൾ c1 0 ആയിരിക്കുമോ? ഒരു ഉറപ്പില്ല. ഓക്കെ, നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, c2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്തായാലും എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിൽ കോസിൻ്റെ ടേം എക്സിസ്റ്റഡ് അല്ല. ഏത് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ? സൈനിൻ്റെ ടേം മാത്രം. ഹൗ ഐ കെയിം ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ജസ്റ്റ് അപ്ലൈ ചെയ്ത കണ്ടീഷൻ. എക്സ് ഈക്വൽ ടു 0-ൽ psi of x 0 ആണ്. psi of x-ന് 0 കൊടുത്തു, എക്സിനൊക്കെ 0 കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ phi of 0 0 ആയതുകൊണ്ട് കോസിൻ്റെ ടേം 0 ആവില്ല. അപ്പം പക്ഷേ ടോട്ടൽ 0 കിട്ടണമെങ്കിൽ ഈ ടേം c2 cos phi of 0 0 ആവണം. cos phi of 0 0 അല്ലാത്തതുകൊണ്ട് c2 എന്തായാലും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് വേവ് ഫംഗ്ഷൻ psi of x എഴുതുമ്പോൾ ഈ ടേം ഒരിക്കലും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ psi of x എങ്ങനെ എഴുതാം? നോക്കോളെ, psi of x ഈക്വൽ ടു 1/√p of x. ശ്രദ്ധിക്കണേ, 1/√p of x. c2 എന്തായാലും 0 ആണെന്ന് ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ടേം ഉണ്ടാവില്ല, ഇത് മാത്രമേ എക്സിസ്റ്റഡ് ഉള്ളൂ അല്ലേ? ഇവിടെ c1
sin phi of x. ഓക്കെ, അപ്പോൾ എൻ്റെ ഇത് നമ്മൾ പണ്ട് ബേസറുടെ ടെക്സ്റ്റിൽ നമ്മൾ ഇതുപോലത്തെ ബൗണ്ടറി കണ്ടീഷൻ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. അതേപോലെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തു. കോസ് ടേം 0 എന്ന് മനസ്സിലായി. എന്തുകൊണ്ട്? കോസ് ടേം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൾട്ടിപ്ലൈ ടേം ആണ്. കോസ് 0 1 ആണ്. അതുകൊണ്ടാണ് C2 0 ആകുന്നത്. ഇവിടെ സൈൻ ടേമേ 0 ആണ്. അതുകൊണ്ട് C1 0 ആവണമെന്നില്ല. അതുകൊണ്ട് ഈ ടേം എക്സിസ്റ്റഡ് ആണ് അല്ലേ? യെസ്. നൗ ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തേ. നമുക്ക് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ആയിക്കോട്ടെ. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താ? psi of x equal to 0 when x equal to a ആകുമ്പോൾ അല്ലേ? അപ്പോൾ ഇവിടെ കൊടുത്തു നോക്കല്ലേ. ഇതാണ് ഇപ്പം നമ്മൾ വേവ് ഫംഗ്ഷൻ ഇങ്ങനെയായി. ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ ഇങ്ങനെയായി. ഇനി രണ്ടാമത്തെ വീഡിയോ കൊടുക്കേണ്ടത്. അപ്പോൾ psi of x 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു C1 by root P of x sin phi of എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? എ കൊടുക്കണം. phi of a. ഓക്കെ, നൗ ഇത് 0 ആവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ phi of a സൈൻ ഫംഗ്ഷൻ എപ്പോഴാണ് 0 ആവുക? സൈൻ പൈ 0 ആണ്. സൈൻ 2π 0 ആണ്. 3π 0 ആണ്. അപ്പോൾ സൈൻ 1π 2π 3π 4π ഒക്കെ 0 ആണ്. സോ ജനറലി നമുക്ക് എന്ത് പറയാം? സൈൻ ഓഫ് nπ എന്ന് പറയുന്ന ആൾ 0 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ ടേം 0 ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ദിസ് ഇംപ്ലൈസ് ഇവിടെ phi ഓഫ് എ എന്ന് പറയുന്നത് ഒന്നിക്കുക പൈ ആവണം. അപ്പോൾ സൈൻ പൈ എന്താ? 0. phi ഓഫ് എ 2π ആവണം. അപ്പോൾ സൈൻ 2π 0. ജനറലി എന്ത് പറയാം? phi ഓഫ് എയുടെ സ്ഥാനത്ത് എന്ത് വന്നാൽ മതി? nπ വന്നാൽ മതി. പെർ n equal to 1 2 3 etc. ഓക്കെ, അപ്പോൾ 1 കൊടുത്താൽ 1π ആകുമ്പോൾ 0, 2 കൊടുത്താൽ 2π ആകുമ്പോൾ 0. ഓക്കെ, സോ ജനറലി നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതൊക്കെ മാച്ച് കളയാം. എഴുതി വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് മായച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ phi ഓഫ് എ ഈക്വൽ ടു എന്താണ്? nπ. ഓക്കെ, ക്ലിയർ? നൗ വാട്ട് വാസ് phi? നേരത്തെ എഴുതി വെച്ച നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തായിരുന്നു phi എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് 1/h cut integral 0 to x ആയിരുന്നു. ഇവിടെ phi of a ആവുകൊണ്ട് a. ഇനി p of x dx that is equal to എന്തെന്നാണ് മനസ്സിലായത്? nπ. ഓക്കെ, 1/h cut integral 0 to a p of x dx equal to എന്താണ്? nπ ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ലിമിറ്റ് ശരിക്കും phi of x എഴുതുമ്പോൾ 0 to x എഴുതാറ് നമുക്ക് phi of a ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ a കൊടുക്കണം അല്ലേ? ഈ എച്ച് കട്ടിന് അങ്ങോട്ടേക്ക് എടുത്താൽ നമുക്കൊരു ജനറലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കണ്ടീഷൻ കിട്ടും. ഇൻ്റഗ്രൽ 0 to a p of x dx ഈക്വൽ ടു എച്ച് കട്ട് ഇങ്ങോട്ട് വന്നാൽ nπ h കട്ട്. ഓക്കെ, ക്ലിയർ? റൈറ്റ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ ഒരു ബംപി ബോട്ടമുള്ള ഒരു എന്താ പൊട്ടൻഷ്യൽ വെൽ അല്ലെങ്കിൽ 2 വേർട്ടിക്കൽ ബോളുള്ളൊരു പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ ഒരു ക്രൈറ്റീരിയൻ. ഓക്കെ, ഈ ഒരു ക്രൈറ്റീരിയൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പണ്ടത്തെ നമ്മളെ ഡിഗ്രിയിലെ പൊട്ടൻഷ്യൽ വെല്ല് എടുക്കുക. ഡിഗ്രിയിലെ പൊട്ടൻഷ്യൽ വെല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ആയിക്കോട്ടെ, നമുക്ക് കേസായിട്ട് പറയാം. ഒരു കേസായിട്ട് പറയാം അല്ലേ? എവിടെ പറയും? യെസ്, ആയിക്കോട്ടെ, ഇവിടെ നോക്കാം. ഒരു സ്പെഷ്യൽ കേസ് ഏതാണ്? v of x ഈക്വൽ ടു 0 equal to infinity otherwise. ഓക്കെ, ശ്രദ്ധിക്കുക. v of x ഇങ്ങനെ ബംബി ബോട്ട് അല്ല, ഒരു സ്പെസിഫൈഡ് ഫംഗ്ഷൻ അല്ല, 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം v of x 0 ആണെങ്കിൽ p ഈക്വൽ ടു 2m e മൈനസ് v of x അതിൻ്റെ റൂട്ടാണ് അല്ലേ? അപ്പോൾ v 0 ആയാൽ ഇതെന്തായി മാറും? p ഈക്വൽ ടു റൂട്ട് ഓഫ് 2me. ക്ലിയർ അല്ലേ? എന്താണ്? v of x 0 ആണ്, ബംബി ബോട്ടം അല്ല. എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഒരു റെഗുലർ പൊട്ടൻഷ്യൽ വെല്ലാണ്. ഓക്കെ, 2 വെർട്ടിക്കൽ പോലുള്ളൊരു പൊട്ടൻഷ്യൽ വെല്ലാണ് അല്ലേ? ഏതാണെങ്കിൽ v of x 0 ആണ്. ഇതൊരു സ്പെഷ്യൽ കേസാണ് പറയുന്നത്. ഇത് നമ്മൾ പണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തതാണ് ഡിഗ്രിയിൽ. അപ്പോൾ v of x 0 ആണ്. v of x 0 ആണ്. പീക്ക് എന്താ വരിക? 2m × e വരും, 2me അല്ലേ? നമുക്ക് ഇതെടുത്തിട്ട് ഇവിടത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം.
എന്താ വരിക നോക്കോളേ ഇൻ്റഗ്രൽ 0 to a p of x ന് പകരം √2me അല്ലേ p of x ന് പകരം ഇൻറ്റു dx ദാറ്റ്സ് ഈക്വൽ ടു n by h കട്ട് ക്ലിയർ ആണല്ലോ ഓക്കെ ഇത് കോൺസ്റ്റന്റ് പുറത്തെടുക്കുക ഇൻ്റഗ്രൽ 0 to a dx ന് വരും dx ഇൻ്റഗ്രേഷൻ x ആണ് ലിമിറ്റ് 0 to a ആണ് ഓക്കെ അതൊന്ന് കൊടുത്താൽ എന്താ വരിക നോക്കോളേ √2me റൂട്ട് അത് പുറത്തെടുത്തു ഇവിടെ 0 to a dx ദാറ്റ്സ് ഈക്വൽ ടു n by h കട്ട് ശരിയല്ലേ ഇവിടെ എന്ത് വരും 0 to a ഇൻ്റഗ്രൽ 0 to a dx എന്താ dx in integral x ആണ് ലിമിറ്റ് 0 to a ആകുമ്പോൾ a minus 0 a എന്ന് വരും സോ ദിസ് ഇൻ്റഗ്രേഷൻ ഈസ് a അപ്പോൾ 2m √2me ഇൻറ്റു a ഈക്വൽ ടു n by h കട്ട് എന്ന് വരും ഓക്കെ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാം ഓക്കെ ഇത് മായ്ക്കട്ടെ ശ്രദ്ധിച്ചോളെ 2me √2me ഇൻ്റഗ്രൽ ചെയ്താൽ എക്സ് വരും ലിമിറ്റ് കൊടുത്താൽ അത് എ ആയി ദാറ്റ്സ് ഈക്വൽ ടു n by h കട്ട് യു സ്ക്വയർ ദിസ് ടേം അപ്പോൾ റൂട്ട് മാറി എന്തായി 2me ആയി എയുടെ സ്ക്വയർ എ സ്ക്വയർ ഈക്വൽ ടു ഇപ്പുറത്ത് n സ്ക്വയർ ആവും പൈ സ്ക്വയർ ആവും h കട്ട് സ്ക്വയർ ആവും ശരിയല്ലേ ഈ വെച്ചിട്ട് 2m a സ്ക്വയർ ഇപ്പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഈ ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ h കട്ട് സ്ക്വയർ ഇവിടെ ഉണ്ട് ഡിവൈഡ് ബൈ 2m a സ്ക്വയർ ഇപ്പുറം വന്നാൽ അടിയിലേക്ക് മാറും ഓക്കെ ഇവിടെ ഒരു n so just look at that equation this is the expression you get when solving a potential well of length a നിങ്ങൾ അവിടെ ചിലപ്പോൾ L എന്ന് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ 2m L സ്ക്വയർ ആവും ഓക്കെ അപ്പോൾ നോക്കിയാണെങ്കിൽ ഈ ഒരു ജനറൽ കണ്ടീഷൻ ഒരു ബംപി ബോട്ടം ഒരു 2 വെർട്ടിക്കൽ ബോൾ ഒരു കണ്ടീഷൻ അല്ലേ നമ്മൾ എന്ത് ചെയ്തു അവിടെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് v of x 0 കൊടുത്തപ്പോൾ നമ്മുടെ യൂഷ്വൽ പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ വെല്ലായി മാറി അല്ലേ ഇതിപ്പോൾ ഒരു നമ്മുടെ പൊട്ടൻഷ്യൽ വെല്ല യൂഷ്വൽ പൊട്ടൻഷ്യൽ വെല്ലല്ല അങ്ങനെയാവണം v of x 0 ആവണം അപ്പോൾ ഞാൻ വെറുതെ ഈ ഒരു ഇക്വേഷനിൽ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കിയതാണ് അല്ലേ അപ്പോൾ അത് വളരെ ആക്യുറേറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എനർജിക്കുള്ള എക്സ്പ്രഷൻ ഐഗൺ വാല്യൂവിനുള്ള എക്സ്പ്രഷൻ തരുന്നുണ്ട് എനർജി ഐഗൺ വാല്യൂ En ഈക്വൽ ടു n സ്ക്വയർ പൈ സ്ക്വയർ h കട്ട് സ്ക്വയർ ബൈ 2m a സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൃത്യമായിട്ടും ഈ ജനറൽ കണ്ടീഷൻ നമുക്ക് തന്നു ഓക്കെ നേരത്തെ നമ്മൾ ഈ ക്ലാസിക്കൽ റീജിയനിലെ വേവ് ഫംഗ്ഷൻ അല്ലേ എന്താണ് psi of x ഈക്വൽ ടു c ബൈ റൂട്ട് പി ഇൻറ്റു ഓർമ്മയില്ലേ e റേസ് ടു പ്ലസ് ഓ മൈനസ് i ബൈ h കട്ട് p of x dx എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ a എന്ന് പറയുന്ന ആളുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് a ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ആളെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ വേവ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്തത് ശരിയല്ലേ അവിടെ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തിട്ടും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഒരു റിസൾട്ട് തരാൻ ഇയാൾക്ക് പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ അപ്രോക്സിമേഷൻ നമ്മൾ അവിടെ എയുടെ പവർ അല്ല സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിട്ട് എടുത്തിട്ടും നെഗ്ലക്റ്റ് ചെയ്തിട്ട് പോലും കൃത്യമായിട്ടുള്ളൊരു റിസൾട്ട് തരുന്നുണ്ട് ഓക്കെ അത് അപ്പോൾ അവിടെ നെഗ്ലക്റ്റ് ചെയ്തത് നമ്മളെ റിസൾട്ടിനെ ബാധിക്കുന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഓക്കെ സോ ഇറ്റ്സ് ക്ലിയർ കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ട് കേട്ടോ ഫൈനൽ റിസൾട്ട് ഇതാണ് ബംബി ബോട്ടത്തിൻ്റെ ഈ ഒരു കേസിൽ ഞാൻ എന്ത് ചെയ്തു വെറുതെ ഒരു സ്പെഷ്യൽ കേസായിട്ട് ഡിഗ്രി പഠിച്ച കാര്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി അത്രയേ ഉള്ളൂ അപ്പോൾ കിട്ടിയത് എക്സാക്ട് റിസൾട്ടാണ് എക്സാക്ട്ലി നിങ്ങൾ അപ്രോക്സിമേഷൻ അല്ല എക്സാക്ട്ലി നിങ്ങൾ പൊട്ടൻഷ്യൽ വെല്ല് v of x 0 ആവുന്ന കേസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഡിഗ്രി സോൾവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എക്സാക്ട് റിസൾട്ട് ഐഗൺ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടി ഓക്കെ സോ ഇതാണ് പൊട്ടൻഷ്യൽ വെൽ അല്ലെങ്കിൽ സോറി പൊട്ടൻഷ്യൽ വിത്ത് 2 വെർട്ടിക്കൽ വാൾ അല്ലെ ബംബി ബോട്ടം ഉള്ളൊരു പൊട്ടൻഷ്യൽ വെല്ല് എന്ന് പറയാൻ വേണമെങ്കിൽ ഓക്കെ ആ ഒരു കേസ് സോൾവ് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ടണൽ ഓക്കെ ഇവിടെ ഇപ്പോൾ ഇതൊരു ക്ലാസിക്കൽ റീജിയനാണ് ഇതൊരു ടണലാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നോൺ ക്ലാസിക്കൽ റീജിയനായി മാറും അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം അതിനുശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം ഓക്കെ അതുവരേക്കും താങ്ക് യു ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ 2 വീഡിയോ കണ്ടിട്ട് വേണം ലെക്ചർ കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട് ഓക്കെ സോ താങ്ക് യു